نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാവാരുധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും നന്നായി പാലിച്ച് നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് ആറടി മണ്ണിന്റെ ഭാഗമാവുവാനുമുള്ള മഹത്തായ തൗഫീഖ് നൽകി റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ വളരെ വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിശക്തമായ വെള്ളപ്പൊക്കങ്ങൾ, മണ്ണിടിച്ചിലുകൾ, ഉരുൾപൊട്ടലുകൾ എന്നിവയൊക്കെ ഇതിനെ തുടർന്ന് നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ പുഴകളും തോടുകളുമൊക്കെ
കരകവിഞ്ഞ് ഒഴുകിയ സാഹചര്യങ്ങളുണ്ടായി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലെ വീടുകളിലും വെള്ളം കയറി വീടിനുള്ളിലെ ഉപകരണങ്ങളും ഫർണിച്ചറുകളുമൊക്കെ നശിച്ച സാഹചര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. നൂറുകണക്കിന് ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് സ്വന്തം വീട് വിട്ട് സുരക്ഷിതമായ മറ്റു കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. ഏതാനും ചില മരണങ്ങളും ഏറെ നടുക്കത്തോടുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കുകയുണ്ടായി. ഇത്തരമൊരു സമയത്ത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഖുതുബയിലൂടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നാം ഓരോരുത്തരും എത്ര ദുർബലരാണ് എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ജനങ്ങളെ എന്ന് വിളിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ സഹായം അത് വേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. പടച്ചതമ്പുരാന്റെ ആശ്രിതരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ ആരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നാഥൻ? വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അവൻ പരാശ്രയമുക്തനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും ഒരു നിലക്കുള്ള സഹായവും ആവശ്യമില്ലാത്തവനാണ് നിങ്ങളുടെ നാഥൻ. അതുപോലെ അവൻ സ്തുത്യർഹനുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ 35-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ ഈ നിലക്കുള്ള ദുരന്തങ്ങൾ നമ്മൾ കാണുമ്പോൾ വലിയ ശക്തിയുള്ളവരാണ് എന്ന് അഹങ്കരിക്കുന്ന നമുക്ക് ഇത്തരം പ്രയാസങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. എത്ര ശക്തിയുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര വലിയ സാങ്കേതിക വിദ്യയുടെ പളപളപ്പുകൾ ഉണ്ടെങ്കിലും, ഈ നിലക്കുള്ള പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയത്ത് നാം ഓരോരുത്തരും എത്രയോ ദുർബലരാണ് എന്നതാണ് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നാം ഓരോരുത്തരും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം. ഇന്നലെ വരെ എല്ലാ നിലക്കുമുള്ള വലിയ സൗകര്യങ്ങളിൽ വിഹരിച്ചവർ ഇന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഇത്രേ നമ്മളുള്ളൂ, ഇത്രയേ മനുഷ്യരുള്ളൂ എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം ദുരന്തങ്ങളെന്ന് ഈ ഒരു ആയത്തുമായി ബന്ധപ്പെടുത്തി നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി,
ഈ ഒരു സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ, നമ്മുടെ നാട്ടിൽ വരുമ്പോ, ഒരാൾക്കും ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ഈ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ഇന്ന് ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരെല്ലാമുണ്ടോ അവർക്കൊന്നും സാധ്യമേയല്ല എന്നതും കൃത്യമായി ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകും. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, വഇയംസസ്കല്ലാഹു ബിദുദ്ദിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇയുരിദിക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലില്ലാഹ് ഫലാ റാദ്ദ ലിഫദ്ലി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, മനുഷ്യ, നിനക്കൊരു പ്രയാസം നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ, നിനക്കൊരു ദുരിതം, ഒരു ദുരന്തമായി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ, ആരെ കൊണ്ടാണ് ആ ദുരിതം നീക്കിക്കളയാൻ കഴിയുക? നീ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരെല്ലാമുണ്ടോ അവരെ കൊണ്ടൊന്നും ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ നെടുവീർപ്പുകളിൽ നിന്ന്, ഈ വിഫലസന്ധിയിൽ നിന്ന് മനുഷ്യ നിന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമേയല്ല. പിന്നെയോ സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാരോ അവന് മാത്രമേ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമാവൂ എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഇന്ന് ആളുകള് അള്ളാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിന്റെ 197-ാമത്തെ വചനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട നാഥൻ നമ്മളോട് പറയാ, വല്ലദീന തദഊന മിൻ ദൂനിഹി, മനുഷ്യരെ, അള്ളാഹുവിന് പുറമെ ആരൊക്കെയാണ് നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്? ആരോടൊക്കെയാണ് നിങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ അവരുടെ അവസ്ഥ എന്താണെന്നറിയുമോ? ലാ യസ്തതിഊന നസ്റക്കും, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് ഇല്ല, പടച്ച തമ്പുരാന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കും നിങ്ങൾക്കൊരു നസ്ർ കൊണ്ടുവരാൻ, ഒരു സഹായം കൊണ്ടുവരാൻ ഇല്ല മനുഷ്യരെ, സാധ്യമേയല്ല. വലാ അൻഫുസകും യുൻസറൂൻ, ഇനിയോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേവീ ദേവന്മാരുണ്ടല്ലോ, അവർക്ക് അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഒരു സുരക്ഷയെടുക്കാൻ, അവർക്ക് പോലും ഒന്ന് രക്ഷപ്പെടാൻ സാധ്യമേയല്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയാസങ്ങളുള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ സാധ്യമേയല്ല. മൂന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് തുടർച്ചയായി ഈ നിലക്കുള്ള ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എന്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് ഈ നിലക്കുള്ള പ്രയാസങ്ങൾ ദിനേന എന്നോണം എന്തുകൊണ്ടുണ്ടാകുന്നു? ആ ചോദ്യത്തിന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന് നമ്മെ അറിയിക്കാൻ സുപ്രധാനമായ ഒരു മറുപടിയുണ്ട്. എന്തിനാണെന്നറിയോ? മനുഷ്യരെ, ഈ നിലക്കുള്ള പ്രയാസങ്ങൾ ദിനേന എന്നോണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? അത് കണ്ടിട്ട് നിങ്ങൾ നന്നാവാൻ, അത് കണ്ടിട്ട് നിങ്ങൾ ഏറ്റവും നല്ലവരാവാൻ, ഈ പരിശുദ്ധ ഖുർആനിന്റെ, ഈ ഹദീസിന്റെ സുന്ദരമായ പാതയിലേക്ക് വന്ന് ഹിദായത്തിലേക്ക് നിങ്ങൾ മുഴുകി പ്രവേശിക്കാനാണ് ഈ നിലക്കുള്ള പ്രയാസങ്ങൾ തുടർച്ചയായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലനുദീഖന്നഹും മിനൽ അദാബിൽ ലദീനാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അല്ലാഹു നമ്മളോട് പറയാ, വലനുദീഖന്നഹും മിനൽ അദാബിൽ ലദീനാ ദൂനൽ അദാബിൽ അക്ബർ. മനുഷ്യരെ, ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നരകമാണ്. അതിനു മുമ്പ്
വെള്ളപ്പൊക്കങ്ങളായി, ഉരുൾപൊട്ടലുകളായി, അതിശക്തമായ പ്രയാസങ്ങൾ മനുഷ്യരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ലഅല്ലഹും യർജിഊൻ. നിങ്ങൾ നന്നാവാനാണ്, നല്ലൊരവസ്ഥയിലേക്ക് മനുഷ്യരെ നിങ്ങൾ മാറാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു സജദയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട നാഥൻ നമ്മളെ അറിയിക്കുകയാണ്. വീണ്ടും അല്ലാഹു നമ്മളോട് പറഞ്ഞു, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ ثم لا يتوبون ولا هم يذكرون. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, അവലാ യറൗന, മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ. ഒരു കൊല്ലത്തിൽ തന്നെ എത്രയെത്ര പരീക്ഷണങ്ങളാണ് മനുഷ്യരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റാണെങ്കിൽ അതുകൊണ്ട്, മഴയാണെങ്കിൽ അതുകൊണ്ട്, രോഗങ്ങളാണെങ്കിൽ അതുകൊണ്ട്, വെയിലാണെങ്കിൽ അതുകൊണ്ട്, വരൾച്ചയാണെങ്കിൽ അതുകൊണ്ട്, എത്രയെത്ര പരീക്ഷണങ്ങളാണ് ദിനേന എന്നോണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ ഈ നിലക്കുള്ള പരീക്ഷണങ്ങൾ മനുഷ്യരെ നിങ്ങൾ കാണുകയല്ലേ? എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ്, സുമ്മലായ തൂബൂൻ. ഇതൊക്കെ കണ്ടിട്ട് മനുഷ്യരെ നിങ്ങൾക്ക് തൗബ ചെയ്യാനായിട്ടില്ലേ? നിങ്ങൾക്ക് നന്നാവാൻ സമയമായിട്ടില്ലേ? വലാഹും യസ്സക്കറൂൻ. മനുഷ്യരെ നിങ്ങൾക്ക് എന്താ ആലോചിക്കാൻ നേരായിട്ടില്ലേ? ചിന്തിക്കാൻ സമയമായിട്ടില്ലേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട നാഥൻ നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാടിന്റെ നാനാഭാഗങ്ങളിൽ ഈ നിലക്കുള്ള പരീക്ഷണങ്ങൾ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിലെനിക്ക് പാഠങ്ങളുണ്ട്, ചിന്താപാഠങ്ങളുണ്ട്. ഞാൻ നന്നാവാനാണ്, എന്റെ അവസ്ഥകൾ ശരിയാവാനാണ് ഈ നിലക്കുള്ള പ്രയാസങ്ങൾ നാടുകളിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഇത്തരം പരീക്ഷണങ്ങൾ ശരിക്കും നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ നിർഭയരായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതെന്താ ആലപ്പുഴയിലല്ലേ? അതെന്താ കോട്ടയത്തല്ലേ? അതെന്താ പാണക്കാടല്ലേ? അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന നിലയ്ക്ക് ഈ നിലക്കുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോ നിർഭയരായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? ഇതേപോലത്തെ പരീക്ഷണങ്ങൾ ഏതു സമയത്തും നമ്മിലേക്കും കൊണ്ടുവരാൻ അള്ളാഹുവിനെ കൊണ്ട് കഴിയും. ഈ വെള്ളപ്പൊക്കമുണ്ടായ പല സ്ഥലങ്ങളിലെയും ആളുകൾ പറഞ്ഞു, എനിക്ക് 76 വയസ്സായി, 80 വയസ്സായി, ഇത്തരം ഒരു പ്രയാസം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഒരു നിലക്കും വെള്ളം കയറാൻ ഒരു സാധ്യതയുമില്ലാത്ത പ്രദേശം പോലും അതിശക്തമായ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താഴുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും കാണുകയുണ്ടായി. വീടുകളിലേക്ക് വെള്ളം കയറി ചെറിയ മിനിറ്റുകൾ കൊണ്ട് വീട് മുഴുവൻ മൂടിയ സാഹചര്യങ്ങൾ കൃത്യമായി നമ്മൾ ഓരോരുത്തരും കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ നമുക്ക് നിർഭയരായി മുന്നോട്ട് പോകാൻ കഴിയും? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് ചോദിച്ചില്ലേ, അഫഅമിന അഹ്ലുൽ ഖുറാ